ക്രിസ്മസ് സദ്യ. ഓണത്തിന് ഓണസദ്യ എന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്മസിനും ഒരു ക്രിസ്മസ് സദ്യയുണ്ട്. നസ്രാണി സദ്യ, അച്ചായൻ സദ്യ എന്നൊക്കെയാണ് പൊതുവെ ഇതിന്റെ പേര്. ഈ സദ്യ കഴിക്കാൻ തിരുവനന്തപുരത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ഇടമുണ്ട്. ആഹാരത്തിന്റെ കൂടെ സമാധാനം വിളമ്പുന്ന ഒരു രുചിയിടമുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തിരക്കേറിയ നഗരഭാഗത്ത് ഇങ്ങനെ ഒരു രുചിയിടം ഉണ്ടെന്നുള്ളത് പറഞ്ഞാല് പലർക്കും വിശ്വസിക്കാൻ പാടാണ്. മോഡേൺ ആംബിയൻസ് കോൺസെപ്റ്റുകൾക്ക് മുകളിൽ പ്രകൃതി നടത്തിയ ഒരു അധീനത. പുറത്ത് കീരിപ്പനകളും അകത്ത് മുളഞ്ചെടികളും. ഇവിടെ എത്തുന്നവർക്ക് ആദ്യം വിളമ്പുന്നത് ആഹാരമല്ല, സമാധാനം എന്ന ഫീലിംഗ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് കേരളത്തിൽ അധികമായി ഇല്ലാത്ത ഒരു നല്ല റെസ്റ്റോറന്റ് കോൺസെപ്റ്റ് ആണ്. വാഴയിലയില് ആദ്യം ബീഫ് കട്ട്ലറ്റ് വിളമ്പും, ചള്ളാസ് വെക്കും. ഇത് നമ്മുടെ കള്ളപ്പമാണ് കേട്ടോ. മീൻ കാന്താരി വറ്റിച്ചത്, കുറുമയുണ്ട് കേട്ടോ, നല്ല പോത്ത് കുറുമയാണ് ഈ കാണുന്നത്. ഇതാണ് പയ്യോളി ചിക്കൻ പൊരിച്ചത് കേട്ടോ. നല്ല മട്ടയരി ചോറ്, അതും പോരാഞ്ഞിട്ട് നല്ല നെച്ചോറ്. ഈ സദ്യയില് എനിക്ക് കിട്ടിയത് നല്ല കൂർക്ക മെഴുക്ക് വരട്ടിയതാണ്. നിങ്ങൾക്കും അത് തന്നെ കിട്ടാൻ പോകുന്നത്. ഇത് കോഴിയല്ല, താറാവാണ്. താറാവ് കുരുമുളക് പെരളൻ, മാങ്ങ അച്ചാറ്, ഇനി പപ്പടമുണ്ട്. നമ്മുടെ ചോറിലേക്കായിട്ട് നല്ല ഉശിരൻ മോരുകറിയും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സദ്യ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് ഈ ഒരു സദ്യ എനിക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ താറാവ് കുരുമുളക് പെരളനും പിന്നെ നേരത്തെ പറഞ്ഞ പോത്ത് കുറുമയെ കണ്ടല്ലോ, ഈ സദ്യയിലെ കിട്ടില ഐറ്റംസ് ആണ്. പക്ഷേ ക്രിസ്മസിന് മാത്രമേ ഈ സാധനം കിട്ടുകയുള്ളൂ. ഇവർക്ക് ഇത് എല്ലാ ദിവസവും കൊടുത്തുകൂടെ? ഈ സദ്യയിലെ ബീഫ് കട്ട്ലറ്റ് കഴിക്കേണ്ട രീതി ഇങ്ങനെയല്ല. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സദ്യ എവിടെ നിന്ന് കഴിച്ചു തുടങ്ങിയാലും ഇത് അവസാനിപ്പിക്കേണ്ടത് ഈ കാണുന്ന നല്ല ഇളനീർ പുഡിംഗ് കഴിച്ചുകൊണ്ടായിരിക്കണം. സദ്യയുടെ ഫുൾ മെനുവും പ്രൈസും കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഈ സദ്യ ലഭിക്കുന്നത് ക്രിസ്മസ് ദിനത്തില് വഴുതക്കാട് ആകാശവാണി റോഡില് ലാൻഡ് ആൻഡ് ഗ്രൂവ് റെസ്റ്റോറന്റ് ആണ്. ഈ സദ്യ നിങ്ങളുടെ ക്രിസ്മസ് ദിനത്തിന് ഗംഭീരമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്യുക.